ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2ൻ്റെ നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തിൽ ഈ പറയുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും LDYS ടൈപ്പിസ്റ്റും എന്ന രീതിയിലായിരുന്നു എക്സാം വിളിച്ചത് അല്ലേ. അപ്പോൾ ഈ വട്ടം ഇത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 054 അല്ലെങ്കിൽ 054/2026 കാറ്റഗറി നമ്പർ ഉണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ നോർമലായിട്ട് നമ്മൾ PSC എക്സാം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കാറ്റഗറി നമ്പർ അടിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെയിം ഓഫ് ദി ഫിം എന്ന് പറയുന്നത് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ്, അതാണ് നെയിം ഓഫ് ഫിമിന്റെ പേര്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അല്ലെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെ. ഇനി സ്കെയിൽ ഓഫ് പേയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെ, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും സ്കെയിൽ ഓഫ് പേ എത്രയായിരിക്കും എന്നുള്ള കാര്യം അല്ലെ. ഇപ്പൊ നമ്മളിപ്പോൾ ഏത് എക്സാം എടുത്താലും ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് സ്കെയിൽ ഓഫ് പേ എത്രയുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഇവിടുത്തെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്? അത്യാവശ്യം നല്ല സ്കെയിൽ ഓഫ് പേ തന്നെ ഉണ്ട് അല്ലെ. ഒരു 20,000 മുതൽ ഒരു 45,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിൽ ഓഫ് പേ ആണ് അല്ലെ. അപ്പോൾ പിന്നീട് നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുമ്പോൾ ആന്റിസിപ്പേറ്റഡ് ആണ് പറയുന്നത്. പിന്നെ നമ്മൾ വേക്കൻസീസ് ഇപ്പം നമ്മൾ ഒരു എക്സാം ആണെങ്കിലും വേക്കൻസി നോക്കിയിട്ട് നമ്മൾ പഠിക്കരുത്. ഇപ്പം നമുക്കുള്ള പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വേക്കൻസി ആണെങ്കിൽ നമുക്കത് കിട്ടും അല്ലെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിലായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. അപ്പം നമുക്ക് ഒരു പോസ്റ്റ് മതി. ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് 40 വേക്കൻസി ഉള്ളൂ, 10 വേക്കൻസി ഉള്ളൂ എന്നുള്ളത്. ഇപ്പം നമുക്കൊരു വേക്കൻസി മതി, നമുക്കൊരു ജോലി മതി, ഒരു വേക്കൻസി മതി അല്ലെ. അപ്പം വേക്കൻസി നോക്കിയിട്ട് എത്രയുണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ള പ്ലാനിൽ നിൽക്കരുത്. പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പഠിച്ചു തുടങ്ങാം. ബാക്കിയൊക്കെ പിന്നെ വേക്കൻസിന്റെ കാര്യമൊക്കെ പിന്നെയാണ് നമ്മൾ എക്സാം എഴുതി അതിന് ശേഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ. ഇനി മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ടാണ് എന്തുള്ളത്, റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അപ്പം ആ ഒരു 18നും 40 വയസ്സിനുമുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അല്ലെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറി പെടുന്ന എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ പറയുന്ന പോലെ തന്നെ ജനുവരി 2, 1986 അതേപോലെ തന്നെ ജനുവരി 1, 2008 അല്ലെ. ഇതാണ് ഒരു കാറ്റഗറി, ആ കാൻഡിഡേറ്റ്സ്. ഇതിന്റെ നടുക്ക് വരുന്ന കാൻഡിഡേറ്റ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് പോസ്റ്റ് എടുത്താലും, അതായത് ഇപ്പം PSC വിളിക്കുന്ന ഏത് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു ഏജ് റിലാക്സേഷൻ എന്നെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താ, അപ്പർ മാക്സിമം അല്ലെങ്കിൽ മാക്സിമം അപ്പർ ഏജ് ലിമിറ്റ് എന്തിൽ കൂടാൻ പാടില്ല, 50 കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 50 ഇയേഴ്സ് കൂടാൻ പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഓക്കെ. അപ്പം ബാക്കി അല്ലാതെ ഈ പറയുന്ന 18 to 40 ഇയേഴ്സ് വരുന്ന എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏജ് ലിമിറ്റ് കാറ്റഗറി വരുന്ന എല്ലാ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഏറ്റവും പ്രധാനം ക്വാളിഫിക്കേഷൻ അല്ലെ, ക്വാളിഫിക്കേഷൻ. അപ്പൊ ക്വാളിഫിക്കേഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ BA അല്ലെങ്കിൽ BSc, അപ്പൊ സ്ലാഷ് ഇട്ടാ പറയുന്നത് അല്ലെ, ഒന്നെങ്കിൽ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തതുല്യമായിട്ടുള്ള ഒരു ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ. BA BSc അല്ലെങ്കിൽ BCom ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിന്റെ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എന്താ, എ പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് അല്ലെ, അത് ഇംഗ്ലീഷോ മലയാളം. ഓക്കെ. പിന്നെ ലോവർ KGT ഓർ MGT. ഓക്കെ, അതിന്റെയാണ് അല്ലെ, KGT MGTയോ അല്ലെങ്കിൽ ഇത് കൂടാതുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് അല്ലെ, ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. അപ്പം August 5 അല്ലെ, 5/8/2026 അല്ലെ. അപ്പൊ 5/8/2026 ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. അപ്പൊ അന്ന് രാത്രി 12 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ലേറ്റ് ആക്കാണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി നമുക്കറിയാലോ നമ്മുടെ കേരള PSC www.keralapsc.gov.in അല്ലെ, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി പ്രോപ്പറായിട്ട് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലേ, പ്രോപ്പറായിട്ട് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സ്ട്രാറ്റജി, അല്ലെങ്കിൽ മുൻ വർഷത്തെ PYQs വെച്ചിട്ട് എങ്ങനെ പഠിക്കണം, അതിനെ വെച്ചിട്ട് എങ്ങനെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് റാങ്കുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ AZB അക്കാഡമിയിൽ അഡ്മിഷൻസ് ഇപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. കാര്യം നമുക്ക് ഏത് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്ട്രാറ്റജി വേണം. അപ്പോൾ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട്, അതായത് ഓരോ ദിവസവും കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ എന്തൊക്കെ ടാർഗറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം, അതിന്റെ ഭാഗമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ വീക്ക്ലി സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്ത് ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ. കാര്യം ഏത് PSCയുടെ പരീക്ഷ എടുത്താലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണല്ലേ. അപ്പോൾ അതുണ്ട്. പിന്നെ സിലബസ് ഓറിയന്റഡ് ക്ലാസ്സസ്. കാര്യം നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, സിലബസിലുള്ളതും ഇപ്പം എന്താണ് ഡിമാൻഡിലുള്ളതും അത് നോക്കി ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സും ആയിരിക്കും. പിന്നീട് ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും, പ്ലസ് മെന്റർഷിപ്പ് സപ്പോർട്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ വജ്രായുധം എന്ന് പറയുന്നത് എന്താണ്, ഏത് എക്സാം ക്ലിയർ ചെയ്യാനും നമ്മുടെ വജ്രായുധം എന്ന് പറയുന്നത് PYQ ആണ്, അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ കട്ട് ആയിട്ട് ഈ ഒരു എക്സാമിന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ടൈം കളയാതെ തന്നെ നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, കോമ്പറ്റീഷനിൽ മുൻപന്തിയിൽ എത്തുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.